ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസൂസ് ഗേൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഇപ്പോൾ ഇവിടെ റീനമ്മയില്ല. റീനമ്മയും ഉണ്ണിയച്ഛനും അപ്പവും തുമ്പിയും അല്ലും ഒക്കെ കൂടെ കൊട്ടിയൂർ അമ്പലത്തിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മ പകൽ സമയത്താണ് അമ്മ ഇല്ലാത്തത് എനിക്കൊരു എന്താ പറയുക, കുറച്ചുകൂടെ എക്സ്ട്രാ പണികൾ എനിക്കുണ്ടാവുക. കാരണം രാത്രിയുള്ള കാര്യങ്ങളൊക്കെ ഞാനും വൈശാട്ടും തന്നെയാണ് എപ്പോഴും നോക്കാറ്. അമ്മേനെ ബുദ്ധിമുട്ടാക്കാറില്ല. കാരണം അമ്മയ്ക്ക് രാത്രി ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ പകലത്തെ കാര്യം നല്ല കഥയായിരിക്കും. അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടാവും. അപ്പോൾ അതിലും നല്ലത് ഞങ്ങൾ തന്നെ നോക്കണമെന്നാണ്. അപ്പം നമുക്കൊരു രാത്രി ഇങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥ അധികം വരുത്താറില്ല. പക്ഷേ എങ്കിൽ പോലും 2 മണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ചെയ്യാൻ എണീക്കണം. അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ ഏട്ടനും എണീക്കും. പിന്നെ അവൻ്റെ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ അതും. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് രാത്രി ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടത്തില്ല. അങ്ങനെ രാവിലെ എണീറ്റ് മോൻ്റെ പാമ്പേഴ്സൊക്കെ മാറ്റി അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ വന്നിട്ട് ചായ കുടിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇതാ മോനെ എടുത്തിട്ട് അമ്മമ്മ ഇരിക്കുന്നുണ്ട്. അമ്മമ്മ എന്നെയാണോ നീ എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ അമ്മമ്മയ്ക്ക് ഞാൻ അധികം ബുദ്ധിമുട്ടുകളൊന്നും കൊടുത്തിട്ടില്ല. കാരണം അമ്മമ്മയും പാവല്ലേ, ഇത്രയൊരു ഏജിൽ വന്ന് നിൽക്കുന്നില്ല, അതന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ മോൻ്റെ കാര്യം എൻ്റെ കാര്യമൊന്നും ഞാൻ അമ്മമ്മേനെ കൊണ്ട് അധികം ചെയ്യിച്ചിട്ടില്ല. ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാനും വൈശാട്ടിനും കൂടെ തന്നെയാണ് ചെയ്തത്. എന്നാലും അമ്മമ്മയ്ക്ക് പിന്നെ അടുക്കളയിലാണെങ്കിലും ഞങ്ങൾ തലേന്ന് വെച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കറി ഒന്നും വെക്കണ്ട, ഉച്ചത്തേക്ക് അത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അമ്മച്ചൻ ഇവിടെ ആസ് യൂഷ്വൽ ഫോണിൽ കുത്തി കളിക്കുന്നേ. ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെറുപ്പക്കാർ ഒരു ഇത്രയും ഫോൺ കളിക്കില്ലെന്ന് പറഞ്ഞാൽ അമ്മച്ചൻ വെറുതെ ഒന്ന് ചൊറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ്. അപ്പോൾ ചെക്കനതാ നമ്മൾ ഇടത്തെ ഉറക്കിയിട്ടുണ്ട്. നമ്മൾ അവനോട് പേരൊക്കെ ഏകദേശം ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങളടുത്ത് റിവീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചു വേദുകുളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോന്ന്. ഇല്ല, സിസേറിയനായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പുറത്തുള്ള സ്കാർ ഉണങ്ങി കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും നമുക്ക് കുറച്ചുകൂടി ഒരു ടൈം കൊടുക്കണം. ഉള്ളിൽ അത്രയും ലെയേഴ്സ് തുന്നിക്കെട്ടി വെച്ചിരിക്കുകയാണല്ലോ. നമ്മൾ സ്റ്റിച്ചിൻ്റെ അവിടെ എപ്പോഴും നമ്മൾ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. അതായത് തീരെ ഈർപ്പം നിൽക്കരുത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ നല്ല ഒരു നല്ല ക്ലോത്ത് ആയിരിക്കണം. ക്ലോത്ത് എടുത്തിട്ട് അത് ഇസ്തിരി ഇട്ട് ആ ഒരു ചൂടില്ലേ അത് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുമ്പം നമുക്ക് ഒരു ആശ്വാസവും ഉണ്ടാകും. അതുപോലെ അവിടെ എപ്പോഴും ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാനും പറ്റും കേട്ടോ. അത് കഴിഞ്ഞു. ഇനി വാവയ്ക്ക് നമുക്ക് പാല് കൊടുക്കാനും എനിക്ക് തന്നെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ ചോദിക്കുമ്പം ഓഫ് കോഴ്സ് അതിൽ വരിക എന്താ വെച്ചാൽ 2 മണിക്കൂർ കൂടുമ്പോൾ പാല് കൊടുക്കുന്നു ഇത് തന്നെയാണ് വരിക. അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. അല്ലുവിൻ്റെയും തുമ്മിൻ്റെയും കാര്യം ഒന്നും ഞാൻ അറിയാറില്ല. എല്ലാം അമ്മയും തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അവരിടയ്ക്ക് വരും, എൻ്റെ അടുത്ത് കുശലം പറയും, കുഞ്ഞാവേനെ കളിപ്പിക്കും. അങ്ങനെ അല്ലാതെ അവരുടെ കാര്യങ്ങൾ അധികമൊന്നും ഞാൻ ഒന്നും ചെയ്യേണ്ടി വരാറേ ഇല്ല. എല്ലാം അമ്മയും തന്നെയാണ്. ഞാൻ ഇവന് പാല് കൊടുക്കുക, പിന്നെ ഇവൻ്റെ കാര്യങ്ങളാണെങ്കിൽ കുറേ ഏട്ടൻ തന്നെ നോക്കിക്കോളും. എപ്പോഴും പറയും റെസ്റ്റ് എടുക്കാൻ പറ്റുന്നിടത്തോളം ഇപ്പോൾ റെസ്റ്റ് എടുക്കുക. കാരണം കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഞാൻ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മോനെ സ്കൂളിൽ വിടാനും തുമ്മമ്മേൻ്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും ഞാൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കാൻ പറ്റുന്നിടത്തോളം ഇപ്പോൾ റെസ്റ്റ് എടുക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ ശരിയാണ്. അതുകൊണ്ട് ഞാൻ പരമാവധി കിടക്കാൻ തന്നെയാണ് നോക്കാറ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. അപ്പം അങ്ങനെ എണീറ്റ് പോകും കേട്ടോ. അപ്പോഴേക്ക് ചീത്തയും കേൾക്കും. ഞാൻ കിടന്നില്ലെങ്കിൽ അപ്പം അമ്മമ്മനോട് ചീത്ത കേൾക്കും. കിടക്ക് എന്നാണ് എപ്പോഴും പറയാം. ഒന്നാമത് നമ്മൾ ഈ പ്രസവം നിർത്തിയതും കൂടെയല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രോപ്പർ റെസ്റ്റ് വേണം. നമ്മൾ നോർമൽ സെക്ഷൻ ചെയ്യുന്നത് പോലെ സിസേറിയൻ ചെയ്യുന്നത് പോലെയല്ല. ഇതും കൂടെ വരുമ്പോൾ നമ്മളതിന് ഒരു എക്സ്ട്രാ കെയർ ഓഫ് കോഴ്സ് നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പം ഞാൻ ഉള്ളിലേക്ക് മരുന്നോ കാര്യങ്ങളോ ഒന്നും എടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ എടുക്കണം. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പോസ്റ്റ് നേറ്റൽ കെയർ ഒക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയി കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. സംഭവം അപ്പോൾ ഇവൻ ഉറങ്ങുന്ന സമയമാണ് എൻ്റെ ഉറങ്ങുന്ന സമയം, ഇവൻ എണീക്കുന്ന സമയമാണ് എൻ്റെ എണീക്കുന്ന സമയം. അങ്ങനെയാണല്ലോ നമ്മൾ. അപ്പോൾ ഞാനും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ പിന്നെ ഇവൻ്റെ അടുത്ത് പാലൊക്കെ കൊടുത്ത് ഇവനെ എൻ്റെ അടുത്ത് കുറച്ച് നേരം കിടത്തുക. കാരണം എപ്പോഴും നമ്മൾ റാപ്പ് ചെയ്തിട്ട് ആ ബെഡിൻ്റെ നെറ്റിൻ്റെ ഉള്ളിൽ കിടത്തി കഴിഞ്ഞാൽ അവൻ അമ്മേൻ്റെ അടുത്തും കൂടെ കിടക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇവനെ എൻ്റെ കൂടെ കുറച്ച് നേരം അടുത്ത് കിടത്തി. പിന്നെ കയ്യത്തൊക്കെ അവൻ ഊരി എറിഞ്ഞിട്ടുണ്ട്, ഇട്ട് കൊടുക്കണം. വൈശാഖേട്ടൻ കെട്ടാങ്കൽ പോയതാണ്. അമ്മയും ഉണ്ണിയച്ഛനും അപ്പവും മക്കളൊക്കെ ഇപ്പോൾ അവിടെ എത്തും. ഒരു കൊട്ടിയൂർ പോയതാണല്ലോ. അപ്പോൾ എത്തുന്നതിന് മുന്നേ രാത്രിക്കത്തേക്ക് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ. അപ്പോൾ അങ്ങനെ പോയതാണ്. അതിന് വേണ്ടി കെട്ടാങ്കൽ പോയി. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പം ചായ കുടിക്കണം. ഇതെന്നെ പരിപാടി. കിടക്കുക, എണീക്കുക, തിന്നുക, വീണ്ടും കിടക്കുക, എണീക്കുക, തിന്നുക. ഇതെനിക്ക് പരിപാടി. ഇവനും ഉറങ്ങുക, എണീക്കുക, പാലുടിക്കുക, ഉറങ്ങുക, എണീക്കുക, പാലുടിക്കുക. ഞങ്ങൾ രണ്ടാളും ഒരേ പാതയിലാണ് പോകുന്നത്. വൈകുന്നേരത്തെ ചായ കുടിക്കുന്നുണ്ടല്ലോ, ഇതാ ബിരിയാണി മിക്സ്ചർ ചെയ്യുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിലേക്ക് എന്തായാലും പറയാം. വൈശാഖിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണത്. അങ്ങനെ ഞങ്ങളതൊക്കെ കൂട്ടി ചായ അടിച്ച് വന്ന് കിടക്കുമ്പോൾ അമ്മമ്മ അത് അടിച്ചു തരാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മമ്മ എന്തെങ്കിലുമൊക്കെ പണി കണ്ടുപിടിക്കും ഗൈസ്. റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ടെങ്കിൽ പോലും ആ സമയം എന്ത് ചെയ്യാം എന്നായിരിക്കും എൻ്റെ അമ്മമ്മ ചിന്തിക്കേണ്ടത്. ആ സ്വഭാവം എനിക്ക് തീരെ കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് റെസ്റ്റ് എടുക്കാൻ കിട്ടിയാൽ ഞാൻ ആ സമയം റെസ്റ്റ് എടുക്കും. അമ്മമ്മ അങ്ങനെയല്ല. എന്ത് സമയം കിട്ടിയാലും അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും പണി കണ്ടുപിടിക്കും. പണിയെടുക്കാൻ വേണ്ടി
ജനിച്ചു എന്നൊക്കെ ഞങ്ങൾ അമ്മമ്മേനെ പറയുന്നത്. അങ്ങനെയാണ് അമ്മമ്മ. ഇതിപ്പോൾ ഞാൻ അവന് പാല് കൊടുത്ത് ബേബ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുത്തനെ ഇരിക്കുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ പാല് കൊടുത്ത് ബേബ് ചെയ്ത പാടും കൊണ്ടുപോയിട്ട് എവിടെയും കൊണ്ടുപോയി കിടത്തരുത്. കാരണം അവർ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യുക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയപ്പെട്ടില്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, പാല് കൊടുത്ത് ബേബ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഇച്ചിരി നേരം അവരെ അപ്രൈറ്റ് ആയിട്ട് തന്നെ നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുക. നമ്മളെ എപ്പോഴും അവരെ ശ്രദ്ധിക്കുക. ഇല്ലാതാകുമ്പോൾ നമ്മൾ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കാണിലേക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും പറയും നീ കുറച്ച് ഓവറായിട്ട് ഇതിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണ പോലെ. അത് എനിക്കുള്ളതാണ്. അല്ലൂരി തുമ്പിൻ്റെ കാര്യത്തിലൊക്കെ ഞാനിങ്ങനെ ചിലപ്പോൾ നോക്കൂട്ടോ, അല്ലും തുമ്പി ഓടി കളിക്കും, അയ്യോ ഇപ്പോൾ വീഴും, അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അങ്ങനത്തെ കാര്യത്തിൽ കേട്ടോ. അതിക്ക് കുറച്ച് ഓവറാന്ന് എനിക്കറിയാം. എന്നാലും പക്ഷേ ചെറിയ വാവകളെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമല്ലോ. നമ്മുടെ അശ്രദ്ധ കാരണമായിരിക്കും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ. കുട്ടികൾ വലുതാകുന്നതിനനുസരിച്ച് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടും കൂടെ എന്തെങ്കിലുമൊക്കെ വീഴ്ചയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ചെറുപ്പത്തിൽ നമുക്ക് നമ്മളുടെ അശ്രദ്ധ കൊണ്ടാണല്ലോ പലതും സംഭവിക്കുക. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ എടുത്തിരുന്ന് പിന്നെ അതാ ഏട്ടനെടുത്ത് കൊടുത്ത് അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒച്ചപ്പാടായിട്ട് വന്ന് നോക്കുമ്പോൾ അതാ തുമ്പിയൊക്കെ ആടിയോ അലിഞ്ഞ് വരുന്നുണ്ട്. എന്താണ് കൊട്ടിയിൽ പോയി വരികയാണ് കേട്ടോ. തുമ്പി ഫുൾ ഉറക്കമായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. എന്നോട് ചോദിക്കണ്ട അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നതെന്ന്. കാരണം ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴും ഓൾ ഉറക്കേനു, ആടെ ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ ഉറക്കേനു, വണ്ടിയിൽ അങ്ങോട്ട് കയറി ഓൾ അങ്ങോട്ട് ഉറങ്ങാൻ ചെയ്യാന്ന്. അങ്ങനെ എല്ലാവരും കൂടെ രാവിലെ ഉച്ചയാകുമ്പോഴത്തേക്കും വരാം, വൈകുന്നേരത്തിനുള്ളിൽ എന്തായാലും എത്തുമെന്ന് പറഞ്ഞു പോയ ആൾക്കാർ രാത്രിയാണ് കേട്ടോ എത്തിയത്. അത്രയും ബ്ലോക്കും കാര്യങ്ങളും തിരക്കൊക്കെ ആയിരുന്നു അത്രേ. വന്ന പാടും വേഗം മേലൊക്കെ കഴുകി എല്ലാവരും സെറ്റായി. പിന്നെ വൈശാഖേട്ടൻ നല്ല ഉറക്കാണ് കേട്ടോ. കാരണം രാത്രി ഉറക്കമില്ലല്ലോ. പകലാണെങ്കിലും ഏട്ടൻ അങ്ങനെ ഉറങ്ങുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ വിളിക്കാം, ഏട്ടാ ഒന്ന് അത് ചെയ്തിരോ, ഏട്ടാ ഒന്ന് ഇത് ചെയ്തിരോ, പാവം തോന്നും ചെയ്യട്ടോ. അതുകൊണ്ട് ഏട്ടനവിടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിളിച്ചില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്തായിരിക്കും ഇനി വിളിക്കുക. പിന്നെ ചെറുത് ഇതാ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എത്ര പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കൂ കേട്ടോ. എനിക്കത് അങ്ങനെ വരുന്നതാണ്, ഞാൻ എന്ത് ചെയ്യാനാ മലയ്യ. അമ്മമ്മ അത് അല്ലുവിനും തുമ്പിക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. എന്നാൾ ആരോ ഒരാളെ കമൻറ്റ് കണ്ടു, തുമ്പമ്മ ഒന്നും ഉണ്ടേണ്ടല്ലോ അമ്മമ്മേൻ്റെ അടുത്തായിട്ടാണോ എന്ന്. ആക്ച്വലി എനിക്കും തോന്നിയിട്ടാ, മക്കൾ ഒന്നും ഉഷാറായില്ലേ. എന്താ അറിയോ, ഈ ഇടയ്ക്കിടയ്ക്ക് അമ്മമ്മയ്ക്ക് ഇവരെ തീറ്റിച്ചില്ലൊരു സമാധാനം ഉണ്ടാവില്ല. അത് പണ്ട് ഞങ്ങളെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ അമ്മമ്മേൻ്റെ അടുത്ത് നിന്നിട്ടാണ് പഠിച്ചത്. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അവിടെ നിന്നേ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പിന്നെ അവിടുന്ന് പേര് വെട്ടിച്ചിട്ട് നാട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആരെയും നമ്മളെ കിച്ചുട്ടനൊക്കെ വിളിച്ചിട്ട് വാവേനെയൊക്കെ കണ്ട് അങ്ങനെ ഓരോടൊക്കെ സംസാരിച്ച്. ചെറുത് നല്ല ഉറക്കത്തിലാണ്, കിച്ചുട്ടൻ അവിടെ ഉറക്കത്തിലാണ്, ഇവൻ ഇവിടെ ഉറക്കത്തിലാണ് കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മക്കളെ സൗണ്ട് മാത്രമേ ഇവിടെ നിന്ന് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്നലെ അങ്ങനെയല്ലായിരുന്നു, നമ്മൾ എല്ലാവരും കൂടെ കലപില സൗണ്ടായിരുന്നു കേട്ടോ. അടുത്തുള്ളവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തപ്പോൾ അവിടെ ആരപ്പോൾ അവിടെ വന്നതെന്ന്. ഇന്ന് ഞങ്ങൾ ബീഫ് വാങ്ങിക്കാനൊക്കെ പോയി നോക്കിയായിരുന്നു. പക്ഷേ രാവിലെ മാത്രമേ ബീഫ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നാളത്തേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മെത്തലേൻ്റെ കറിയും ചിക്കൻ പൊരിച്ചതും ചോറും കപ്പയൊക്കെ കൂടെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച്. അമ്മമ്മയ്ക്ക് ഇതൊരു ഹോബിയാണ് ഗൈസ്. കഴിക്കുമ്പോൾ അങ്ങനെ കൂടുതൽ ഇട്ടെന്നിട്ട് കഴിക്കാണ് കുത്തി തീറ്റിക്കൂട്ടോ. എല്ലാവരും അതെങ്ങനെ തീറ്റിച്ചുകൊണ്ടേയിരിക്കും. അതെനിക്ക് പേടിയാണ്. ഞാൻ അമ്മമ്മനോട് ആദ്യമേ പറഞ്ഞു, ഞാൻ പ്രസവിച്ചെറുക്കി വെച്ചിട്ട് ഉഷാറാക്കരുത്, ഞാൻ തടി വെച്ചിട്ട് ബുംന്നായി പോവും എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ പറയാൻ സാരില്ല, പ്രസവിച്ചെറുക്കുമ്പോൾ തിന്നാലേ എന്നത്തേക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മമ്മ എന്നെ തിന്നാതിരിക്കാനൊന്നും സമ്മതിക്കൂല കേട്ടോ. പിന്നെ ഇതാ വൈശാഖേട്ടൻ, നമ്മുടെ റാപ്പർ വൈശാഖ് വന്നിട്ട് കുഞ്ഞിനെ റാപ്പ് ചെയ്യാണ്. രാത്രി നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മോനെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് പിന്നെ പാലൊക്കെ കൊടുത്ത് ബേബ് ചെയ്ത് അപ്രൈറ്റായിട്ട് കുറച്ച് നേരം എടുത്തുകൊണ്ട് നടന്ന് അതൊക്കെ കഴിഞ്ഞ് നന്നായി ഒന്ന് റാപ്പ് ചെയ്ത് ഉറക്കി ആ ബെഡിൽ കിടത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ അങ്ങനെ ഉറങ്ങിക്കോളൂ കേട്ടോ. ആ സമയമാണ് ആക്ച്വലി ഒരു ഇച്ചിരി ഡിസ്റ്റൻസിലുള്ള എനിക്കൊരു ഉറക്കം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞൊരു 2 അവർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എണീക്കണം, പിന്നെ അവന് പാല് കൊടുക്കണം, വീണ്ടും പിന്നെ ഒരു ഉറക്കം പോയി കിട്ടില്ല. ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടാഞ്ഞാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. ഇതങ്ങനെ അമ്മ അവിടെ പാത്രം കഴുകുന്നുണ്ട്, അമ്മമ്മ അവിടെ എനിക്ക് പാല് കാച്ചാനുള്ള പരിപാടിയിലാണ്, തുമ്പമ്മ അതിലേ നടക്കുന്നുണ്ട്. റീനമ്മ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഓൾ ഉറങ്ങുള്ളൂ കേട്ടോ. തുമ്പി ഇന്ന് ഏത് അമ്പലത്തിലാണ് പോയത്? നമ്മളല്ലേ ഇങ്ങനെ കുളത്തിലിറങ്ങൂലേ, ഒരു വെള്ളം ഇങ്ങനെ വരുന്നേ. വെള്ളത്തിൽ കൂടെ നടന്നോ? വെള്ളത്തിൽ കൂടെ നടന്ന് ഞാൻ അതിലൂടെ ഇങ്ങനെ മുങ്ങിയോ? മുങ്ങിയിട്ട് ഞാന് ഇങ്ങനെ ആക്കി. ഞാൻ രസപ്പെട്ട്. ആ അമ്പലത്തിന്റെ പേരാണ് കൊട്ടിയൂര്. അതിന്റെ പേരാണ് കൊട്ടിയൂര് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചോ നീ? എങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ച്? എന്താ പ്രാർത്ഥിച്ചത്? എന്റെ അച്ഛനും അമ്മയ്ക്കും നോക്ക് വരണ്ടേ, എനിക്കും നോക്ക് വരണ്ടേ, എന്റെ റീനമ്മയ്ക്കും നോക്ക് വരണ്ടേ അങ്ങനെ പറഞ്ഞ്. അല്ലടി നമുക്കൊരു ഏട്ടനും ഒരു അനിയനും ഇല്ലേ? ഏട്ടന് പറയും ഏട്ടന് നോക്ക് വരണ്ടേ.
കുഞ്ഞാവയോ? കുഞ്ഞാവിനും വരണ്ടേ ഇത് അച്ഛനും അച്ഛമ്മയൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യോ അപ്പൊ തുമ്പിമോൾ അച്ഛനും അച്ഛമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേന്ന്. ആ ആ അച്ഛമ്മയ്ക്കും അച്ഛനും കൂക്ക് വരല്ലേ അങ്ങനെയും പറഞ്ഞല്ലേ. എല്ലാരും റേഷൻ കാർഡ് മൊത്തത്തിൽ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലേ. ഈ ആള് കൊള്ളാലോ. പിന്നെ രാത്രിക്കത്തെ പാലിട്ടോ, ചില സമയം എനിക്ക് പാലായിട്ട് തന്നെ കുടിക്കാനാണ് ഇഷ്ടം. ചില സമയം അതിൽ ഇച്ചിരി ബൂസ്റ്റ് കിട്ടും, അമ്മ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബൂസ്റ്റായിട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തുമ്പമ്മയ്ക്കും കൊടുക്കണേയാണ്. തുമ്പി അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അമ്മ വന്ന് അമ്മേൻ്റെ കഥ പറച്ചിലൊക്കെ കേട്ടിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ആകെ ടെൻഷൻ എന്ന് വെച്ചാൽ അമ്മ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഇവളെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ്. ഇവള് ആകെ ഡൗൺ ആവാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇവൾ ഫുള്ള് ഇപ്പം അമ്മക്കുട്ടിയാണ്. ഇൻ്റെ അടുത്തേക്കൊന്നും വരലേ ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ച് അല്ലൂനെയും തുമ്പീനെയും വെച്ച് നോക്കുമ്പോൾ തുമ്പിയായിരിക്കും കുട്ടീൻ്റെ അടുത്ത്, കുട്ടീൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ എന്താ പറയുക ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുകയൊക്കെയെന്ന്. പക്ഷേ നേരെ തിരിച്ചാണ് ഗൈസ്. അല്ലൂട്ടനാണ് മോനെ 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 വിളിച്ചിട്ട് എപ്പോഴും വരും, സ്കൂൾ വിട്ട് ആണെങ്കിലും ഒക്കെ കേട്ടോ. തുമ്പി നേരെ തിരിച്ചാണ്. ഓളോളെ അമ്മമ്മേൻ്റെ ലോകമായിട്ട് അങ്ങനെ നടക്കുകയാണ്. രാത്രി ഇതാ ഇങ്ങനെ അട്ടം നോക്കി കിടക്കുന്നൊരു സമയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത് പാൽ കൊടുക്കാൻ എണീറ്റ് പാലൊക്കെ കൊടുത്ത് അവനെ കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഉറക്കം കിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ അട്ടം നോക്കും, ഫാന് കറങ്ങുന്നത്, ലൈറ്റ്, അത് ഇതൊക്കെ നോക്കും. ഈ ചെക്കൻ ഉറങ്ങുന്നത്, ചെക്കൻ്റെ ഡാഡി ഉറങ്ങുന്നത് ഒക്കെ നോക്കി ഇങ്ങനെ കിടക്കും. ഫോണിലൊന്നും കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഒന്നുമില്ല. ഉറക്കല്ലാതെ ഇങ്ങനെ എങ്ങനെയോ അങ്ങോട്ട് കിടക്കുന്നേ അറിയാം. കാരണം ഈ ഉറക്കമില്ലായ്മയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും അടുത്ത 2 അവറിൻ്റെ ബെല്ലടിയെ. അപ്പോൾ വീണ്ടും എണീക്കേണ്ടി വരുമല്ലോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അല്ലൂട്ടൻ എണീറ്റ് വന്നിട്ട് കയ്യിൽ നന്നായിട്ട് സാനിറ്റൈസൊക്കെ ചെയ്തിട്ട് വാവേനെ എടുക്കാനല്ല കളിപ്പിക്കാനുള്ള വരവാണ് കേട്ടോ. അവൻ അങ്ങനെയാണ്. പാലെടുക്കണ്ടേ? ഈ ഷീറ്റ് കൊടുത്താലോ? അടിക്കാൻ നോക്കിയോ? എടുത്തോട്ടെ പാപ്പ വെച്ചാലാണ് കേട്ടോ. ഞാൻ എടുത്തു തരാനോ? നീ എന്ത് ചെയ്ത? ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ പുറത്തെന്താ നടക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒന്ന് മെല്ലെ സിറ്റ് ഔട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. മഴ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കറണ്ട് പോകാൻ പാടില്ല, വൈഫൈ കട്ടാവാൻ പാടില്ല, യാത്ര ചെയ്യാൻ എനിക്കിഷ്ടമില്ല. വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് പുറത്തേക്ക് മഴയെ നോക്കിയിരിക്കാം, അല്ലെങ്കിൽ നല്ല മൂടി പൊതിച്ച് കിടക്കാൻ, അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ. അല്ലാതെ ഈ മഴക്കാലത്ത് പുറത്ത് പോകാൻ തന്നെ ഓ മൈ ഗോഡ്, എസ്പെഷ്യലി എനിക്ക് ക്ലാസ് പോകാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം യൂണിഫോമും മറ്റേ കൊടയും ബാഗൊക്കെ നനഞ്ഞ് ബുക്കൊക്കെ നനഞ്ഞ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സമയമായിരുന്നു. മഴക്കാലത്ത് കഴിയുന്ന ലീവ് കിട്ടി വീട്ടിൽ കുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു സമയമാണ് കേട്ടോ. അപ്പം നല്ല അടാറ് മഴയാണ്. നിങ്ങൾ അവിടേക്ക് എങ്ങനെയുണ്ട്? നല്ല മഴയാണോ? ഇവിടെ നല്ല അടിപൊളി മഴയാണ്. അങ്ങനെ ആ മഴയത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നു. രാവിലെ വൈശാട്ടം പോയി നല്ല ബീഫൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അമ്മമ്മ നന്നായി വരട്ടി ബീഫൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അമ്മമ്മ ഒരു കുക്ക്. പിന്നെ ഇതാ നമ്മൾ കപ്പയുണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, കോവക്കയുടെ ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ചിക്കനും ബീഫ് അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മറ്റേ ബാക്കിയുള്ള സാധനങ്ങളൊന്നും താല്പര്യം ഉണ്ടാവില്ല. അത് കഴിഞ്ഞപ്പോൾ അതാ ഞാൻ നോക്കുക ആരെ ബെല്ലടിച്ചത് നോക്കുമ്പം ഉഷമ്മയും പാച്ചച്ചനും വന്നിട്ട് ഇവർ എൻഗേജ്മെൻറ്റിന് പോയി വരുമായിരുന്നു കേട്ടോ. നമ്മളെ ഫാമിലിയിൽ തന്നെ ഒരാളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പം അതിന് പോയി വരുന്ന വഴിയാണ് ഇപ്പോൾ ഇവിടെ കയറി. കാരണം ഉണ്ണിച്ചനൊക്കെ വന്നാണല്ലോ. പിന്നെ അത് വാവേനെ പോയി കണ്ട്, തുമ്പമ്മ ഇപ്പുറത്ത് ചെറുത് കിടക്കുന്നുണ്ട്, അപ്പുറത്ത് തുമ്പമ്മ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അവരെയൊക്കെ കണ്ട് പിന്നെ പാച്ചച്ചനും ക്ഷമയും വേഗം പോയിട്ടോ. കാരണം പശുവിനെ കറക്കാനുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പറയുന്നത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് പോവാടാ, മഴയൊന്ന് കുറഞ്ഞിട്ട് പോവാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇല്ലടി ഞങ്ങൾ പോട്ടെ, ഞാൻ പോട്ടെ, ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണ്ടേന്നൊക്കെ പറഞ്ഞ് ചെറുതിനോട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഇനി വരാ കിച്ചൂട്ടനെയും ആര്യനെയൊക്കെ കൂട്ടിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. എൻ്റെ ഡ്രസ്സിൻ്റെ മുകളിലുള്ള കറയല്ലേ ഇത്? ഫാഷനാണോ? ഇങ്ങനത്തെ സ്യൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെറുതിന് പിന്നെ മിറ്റൻസും ബൂട്ടീസും ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. കാരണം ഫുൾ കവറിങ് ആണ് ഇത്. ഞാനിട്ട് എപ്പോഴും അത് പറഞ്ഞ് കളിയാക്കലാണേ. നമ്മളെ ചെറുത്
കുഞ്ഞിതാണ് കേട്ടോ, ഒരു കുഞ്ഞിച്ചക്കനാണ്. നമ്മൾ അല്ലൂട്ടൻ എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടത് അതുപോലെ തന്നെ. പക്ഷേ എനിക്ക് ചില സ്ഥലത്ത് നിന്നൊക്കെ ചിലൊരു ആംഗിൾ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് തുമ്പമ്മേൻ്റെ ഒരു ഫേസ് കട്ടും തോന്നും കേട്ടോ. അപ്പോൾ എന്തെങ്ങനെ നോക്കണമെന്നറിയോ, നമ്മുടെ വാവേൻ്റെ വായിലുണ്ടല്ലോ വെള്ള കളറിലൊരു പാട പോലെ വന്നിട്ടുണ്ട്. അത് പാലിൻ്റെതാണെന്നാണ് അമ്മമ്മ പറയുന്നത്. അത് ഇൻഫെക്ഷൻ ആണെന്നാണ് അപ്പു പറയണത്. കാരണം കിച്ചൂട്ടൻ ഉണ്ടായിട്ടും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇൻഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോ. അതുപോലെ അത് എങ്ങനെയാണ്, നിങ്ങൾ എന്തെങ്കിലും ഹോം റെമഡീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതും പറയും. നിങ്ങൾ കുറേ പേര് ചോദിച്ച മുതൽ ഇതാ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അശ്വിനി വീഡിയോ കോൾ ചെയ്താലേ മുപ്പത്തിനെ കാണാൻ കിട്ടുമെന്ന് മാത്രം. ഭയങ്കര ബിസിയാണ് ഗേസ്. എനിക്ക് പിന്നെ ഇവളല്ലേ വിളിക്കാനുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് കാണാൻ തോന്നുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നല്ലാണ്ട് പിന്നെ ഈ സാധനത്തിനെ കാണാൻ കിട്ടില്ല. ഇപ്പം വരാല്ലേ, നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോക്ക് പോയാൽ പിന്നെ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിനെ കാണുക കേട്ടോ. അവിടെ ആകുമ്പോൾ ഒരേ പറമ്പാണ്. ആ വീട്ടോളെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വീട്ടിൽ അങ്ങോട്ട് ഓടിയാൽ മതി, എത്തും. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ, ഒരു ഓട്ടോ വിളിച്ചിട്ടോ അല്ലെ അച്ഛൻ്റെ കൂടെയൊക്കെ വരേണ്ടി വരും. ഇതുകൊണ്ട് ഓക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റാറില്ല. അപ്പം ഞാൻ ചോദിക്കും, ആടെ എന്താ കലത്തിൻ്റെ പരസ്യമാണ് ഈ ബാക്കിലൊക്കെ ഇത്രയും കലന്ന്. അപ്പോൾ ഓൾ കാണിച്ചു തരാം, അതൊക്കെ അമ്മേൻ്റെ ശേഖരമാണ് ഗൈസ്. ഇത് ഇവിടേക്ക് നോക്കൂ, ഇത് അങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ കാണിച്ചു തന്നെയാണ്. നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും വീഡിയോ കോളിലൂടെയെങ്കിലും കാണുന്ന കുറച്ച് മുതലുകളിലൊരു മുതലാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞതാ ഉണ്ണിയച്ഛൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ്. ഉണ്ണിയച്ഛനോട് ഞങ്ങൾ കുറേ പറഞ്ഞ് പിറ്റേന്ന് പോകാമെന്ന്, പക്ഷേ ഉണ്ണിയച്ഛൻ കേട്ടില്ല. കാരണം ഈ കുറേ ലീവ് എടുക്കണ്ടേ മോളെ, ഇനി ലീവ് എടുക്കാൻ പറ്റില്ല, ഇനി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് വാവേനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഉണ്ണിയച്ഛൻ ഓൾറെഡി കുറേ ലീവ് ഈ വർഷത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ലീവ് എടുക്കലില്ല. പിന്നെ ഇവിടുത്തെ ഓരോ ആവശ്യങ്ങൾക്ക് എൻ്റെ ഡെലിവറിക്ക് പിന്നെ അവിടെ തൃശ്ശൂർ പോയില്ലായിരുന്നോ, അങ്ങനെ ആ സമയത്തൊക്കെ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അയ്യോ നമ്മളെ ചെറുതണീറ്റോ, എൻ്റെ ഒച്ചപ്പാട് കേൾക്കുമ്പോൾ എണീക്കുന്നതാണ്. ഓൻ വിചാരിക്കേണ്ടത് ഈ തള്ളച്ചി മനുഷ്യനൊരു സ്വൈര്യം തരുന്നില്ലല്ലോ, ചെവിക്കൊരു സ്വൈര്യം തരില്ല. എപ്പോഴും ഇവിടെ വന്ന് കിനി ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അവൻ ഉണ്ടാവട്ടെ അടുത്ത് പ്യാവൻ ചെക്കൻ. പിന്നെ അതാ ഏട്ടൻ അനിയനെ കൊഞ്ചിച്ച് ഉറക്കാണ് കേട്ടോ. എനിക്ക് പാവം തോന്നും, ഭയങ്കര ശ്രദ്ധിക്കും കേട്ടോ. അതായത് ഓൻ്റെ ഇപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഓൻ്റെ കയ്യിലെ വെയിറ്റൊക്കെ വാവേൻ്റെ മേൽ കൊടുക്കണ്ടോന്ന്. ഇല്ല, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ. ഞാൻ പറയും മോനെ വെയിറ്റ് കൊടുക്കരുത്. ഇല്ല അമ്മ ഞാൻ വെയിറ്റ് കൊടുക്കുന്നില്ല. ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് എല്ലാം ടേക്ക് കെയർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുക. തുമ്പമ്മേനാണ് ഈ പരിപാടിക്കൊന്നും കിട്ടാത്തത്. ഓളെ കാര്യം നോക്കി ഏതോ വയ്ക്കുണ്ടാവും. ഞാൻ പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വാവേനെ 2 ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോകും. അമ്മച്ചനാണെന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ ഉണ്ണിയച്ഛൻ ഇറങ്ങുകയാണ്. ഉണ്ണിയച്ഛനെ കെട്ടാങ്കൽ ഇറക്കി കൊടുക്കാൻ വേണ്ടി വൈശാട്ടൻ ബൈക്ക് കയറിയത് ഓർമ്മയുള്ള അല്ലൂട്ടൻ അതിൻ്റെ മുന്നേ കയറിക്കുന്നു കേട്ടോ. ഓൻ ആരെങ്കിലും എവിടെയും പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലുമേൽ ഓടുന്ന കുറച്ച് കൂടിയുണ്ട്. ഇപ്പോൾ തുമ്പമ്മയ്ക്കുണ്ടല്ലോ ഉണ്ണിയച്ഛനോട് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ. ഉണ്ണിയച്ച എന്ന് പറഞ്ഞിട്ട് കുറേ വയ്യാലെ നടക്കും. അങ്ങനെ അതാ തുമ്പമ്മേനോടൊക്കെ ബായി പറഞ്ഞ് ഉണ്ണിയച്ഛൻ പോവാണ്. 6:30 ആകുമ്പോൾ ആണ് ട്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ട്രെയിൻ മിസ്സായിരുന്നു ഉണ്ണിയച്ഛന്. അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി വരുമ്പം നമുക്ക് കാണാം കേട്ടോ. നിങ്ങളെന്തായാലും കാണുമല്ലോ, ഞാൻ എന്തായാലും പറയുമല്ലോ അല്ലേ. അങ്ങനെ പിന്നെ നമ്മളിതാ അവിടെ നോക്കി നിന്ന് ഇത് കഴിഞ്ഞ് ഒരങ്ങെടുത്തിയപ്പോഴാണ് തുമ്പീൻ്റെ സ്വഭാവം കിട്ടി ഇറങ്ങിയത്. കാരണം എന്താ, ഓരെന്നെ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഒക്കെ കരയാൻ എന്തേലും കാരണം കിട്ടിയാൽ മതി കേട്ടോ. നേരത്തെ പേരും കരച്ചില്ലേനു, എന്താ പറയുക, അപ്പു മാമ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. ഓള് നല്ല ഉറക്കേനു. അപ്പു കുറേ പോയി പറഞ്ഞിനു മാമൻ പോവാണെന്നൊക്കെ. പക്ഷേ ഓൾ ഉറക്കത്തിലാണ്ടൊന്നും അറിഞ്ഞില്ല. അതിനും കുറേ ഞാൻ കരച്ചിലൊന്ന് കഴിഞ്ഞ് നൂർന്നിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അടുത്ത കരച്ചിൽ ഓരെന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട്. ഇതൊരു വെറും കരച്ചിൽ പെട്ടിയാണ് കേട്ടോ. പിന്നെ ഓളെ കുറ്റം പറയാൻ പറ്റില്ല, ഞാനും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. പിന്നെ ഓളവിടെ സങ്കടം തീർക്കാൻ വേണ്ടി നിലത്തൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. അമ്മമ്മ അവിടെ ചായ വെക്കുന്നുണ്ട്. സൺഡേ ആകുമ്പോഴേ വാവേനെ കാണാൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്നിപ്പോൾ ആരും വന്നില്ല എന്ന് പറയലും നമുക്കിതാ നമ്മുടെ വലിയച്ഛനും വല്യമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു വാവേനെ കാണാൻ വേണ്ടിയിട്ട്. അതായത് അശ്വിനീൻ്റെ അച്ഛനാണിത്, അശ്വിനീൻ്റെ അമ്മയുണ്ട് കേട്ടോ കൂടെ. നമ്മളെ ജെൻഡർ റിവ്യൂവിൽ വലിയച്ഛൻ ബ്ലൂ പെയിൻറ്റ് അടിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആൺകുട്ടി ഉണ്ടായതെന്നാണ് എന്നോട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വലിയച്ഛനും വല്യമ്മയും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇരടായിട്ടുണ്ട്. അപ്പോൾ ഒരു പോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അടുത്ത കക്ഷി ഇങ്ങോട്ട് കയറുന്നത്. അതായത് വൈശാട്ടിൻ്റെ കസിനാണ് കരുണ്. കുട്ടീനെ ചെറിയച്ഛൻ അപ്പടാണ് കാണാൻ വരുന്നത്. പിന്നെ ഞാൻ ക്ഷമിച്ച്. അപ്പോൾ അമ്മമ്മ അതാ ചെറുതിനെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. കട്ട വന്നിട്ട് ഇതാ അപ്പോഴത്തേക്കും ചെറിയച്ഛനല്ല വലിയച്ഛൻ, അങ്ങനെ ചെറുപ്പക്കാരനാക്കണ്ടേ ഞാൻ. വലിയച്ഛനും വല്യമ്മയും കൂടെ പോയിട്ടുണ്ട്. തുമ്പിക്കുണ്ടല്ലോ കട്ടേനെ ഭയങ്കര പേടിയാണ്. കട്ടയ്ക്ക് ഇന്ന പേടിയാണ്, കാരണം വെച്ചാൽ എൻ്റെ ക്യാമറ പേടിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ക്യാമറയ്ക്ക് മുന്നിൽ വരാതിരിക്കാൻ വേണ്ടി അവൻ കഷ്ടപ്പെടുകയാണ്. തനി കട്ടപ്പ ലുക്കിലാണ് മൂപ്പര് വന്നത് കേട്ടോ. അവനെയും കട്ടാന്ന് തന്നെ വിളിക്കുക. വാഴക്കാട് കട്ട, നമ്മളെ വീട്ടിലെ കട്ട, ഇത് വാഴക്കാട് കട്ട. എന്തോരം കട്ടകളാണ്, കട്ട തട്ടി നടക്കാൻ പറ്റുന്നില്ല. ഇവനൊക്കെ ഏതടാ എന്നുള്ള മട്ടിലാണ് കേട്ടോ ചെക്കൻ്റെ നോട്ടം. ആക്ച്വലി ഇത് വൈശാഖേട്ടൻ്റെ മാമൻ്റെ, അതായത് നമ്മൾ ഉഷമ്മേൻ്റെ ആങ്ങളേൻ്റെ മോനാണ്. അപ്പോൾ ഓനും വന്ന് കണ്ട്. അങ്ങനെ സൺഡേയിൽ ആരും വന്നില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞ് നാക്ക് ഉള്ളിലിട്ടിട്ടുള്ളപ്പോഴത്തേക്ക് ഓരൊക്കെ വന്നിട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ് മാറ്റലായിരുന്നു. ഈ ബെഡ്ഷീറ്റ് മാറ്റാനായത് ഇത് ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്. അപ്പോൾ നമുക്ക് ആ ബെഡൊന്ന് പൊക്കണം, അതിനുള്ള ശേഷി എൻ്റെ അമ്മയ്ക്കില്ല ഗൈസ്. അതുകൊണ്ട് വൈശാട്ടിന് ഹെൽപ്പ് ചെയ്ത് രണ്ടാളും കൂടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റാക്കി മാറ്റി വിരിക്കുകയാണ്. അതെങ്ങനെ കുളമാക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന അല്ലൂനി തുമ്പിനെയാണ് നിങ്ങൾ അപ്പുറത്ത് കണ്ടത്. ഇവരിങ്ങനെ ചെയ്യുന്നതിനിടയിൽ കൂടെ ചാടി കയറി അവിടെ ഇവിടെ അലമ്പാക്കി. പിന്നെ 2 ചീത്ത കേൾക്കുമ്പോഴാണ് ഒന്ന് മാറി നിൽക്കുക. അപ്പോഴാണ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കുക.
പറയുക പറയുക തത്തമ്മേ പറയിൽ പറയിൽ നെല്ല് നിറച്ചോട്ടെ നിറച്ചോട്ടെ പറയിൽ നെല്ല് നിറച്ചെന്നാൽ നിറപറയാകും തത്തമ്മേ. ഇവന് താല്പര്യമില്ലേ എന്താ അവൻ പഠിക്കുന്നതെന്ന്. ഓക്കേ, നമ്മൾ പ്രസവിച്ച് കിടന്നാലും വേണ്ടിയില്ല, വയ്യാണ്ട് കിടന്നാലും വേണ്ടിയില്ല, മക്കളെ പഠിത്തത്തിൽ നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അല്ലൂട്ടനെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. മൺഡേ ഓന് ഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിക്സൊക്കെ ഒന്ന് ജസ്റ്റ് റിവിഷൻ പോലെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് മൊത്തത്തിൽ കേട്ടോ. കാരണം ഇവരൊരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോയതാണല്ലോ. വെക്കേഷൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ എന്തൊക്കെയൊക്കെയോ അങ്ങനെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിലും അങ്ങനെ ഫുൾ ടൈം ഇരുത്തി പഠിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ UKG നല്ലോണം ഞാൻ കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു, നന്നായി ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഒന്ന് കാണാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളൂ എന്ന്. അതായത് കൂട്ടത്തിൽ തന്നെ സ്കൂളിൽ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓനൊന്ന് സെറ്റാക്കി പിടിച്ചാൽ നന്നായിട്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം എന്താ പറയുക, ഇപ്രാവശ്യം അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക്. കയ്യക്ഷരമൊക്കെ നല്ലതാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് കോപ്പി എഴുതിക്കാറുണ്ട്. കാരണം എനിക്കങ്ങനെയായിരുന്നു. എൻ്റെ അമ്മ 2 വരെ കോപ്പി 4 വരെ കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അപ്പൂനെയൊക്കെ ഇരുത്തി എഴുതിപ്പിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യക്ഷരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സെറ്റാണ്. അവിടെ ഇരുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതെണീക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് ലൊക്കേഷൻ മാറ്റി. ആണ് അത് മാത്രമല്ല വയറ് നിറഞ്ഞിട്ട് ഛർദിക്കാനും മുട്ടുണ്ട് ഗൈസ്. വല്ലാത്ത മുട്ടലാണ്. നമ്മൾ ആ മുട്ടലൊക്കെ മാറ്റി പഠിക്കാൻ പോവാണ് ഗൈസ്. കേട്ടോ, EYE കണ്ണ് പറയ് വേഗം എഴുതി. ഇവിടെ സമയമില്ല. യെസ്, കണ്ണിന് എന്താ പറയാലോ? ഐ. എന്താ തുമ്പി കണ്ണിന് പറയാ? ആ. ഇനി മൂക്കിന് എന്താ പറയാലോ? എന്താ തുമ്പി? നോസ്. നാവിന് എന്താ പറയാ? ടങ്. എന്താ തുമ്പി? ഓക്കേ. അമ്മച്ചൻ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു ഗൈസ്. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ കൊണ്ട് കിടത്തിയതാണ്. അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ അമ്മച്ചനെ ഒരു ആശ്വാസമാണ് കേട്ടോ. ഡെയിലി കുളിക്കാറില്ല. പിന്നെ അമ്മ ആ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് അമ്മച്ചനെ സെറ്റാക്കുകയാണ്. ആരൊക്കെ ചോദിച്ചു അമ്മച്ചന് വീൽ ചെയർ ഓക്കെ അല്ലേ? പക്ഷേ വീൽ ചെയറിൽ അമ്മച്ചന് ഇരിക്കാൻ അങ്ങനെ പറ്റത്തില്ല. കാരണം തൊടഭാഗത്ത് ഒരു സൈഡിൽ കാല് മുറിച്ചത്, അത് തൊടേൻ്റെ മുകളിലേക്കും കയറ്റി മുറിച്ചതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ അത്ര കംഫർട്ടല്ല. അതുകൊണ്ട് വീൽ ചെയർ ഉണ്ട്, പക്ഷേ അതങ്ങനെ അമ്മച്ചന് ഇരുന്ന് അത്ര കംഫർട്ടല്ല. അതുകൊണ്ടാണ് അങ്ങനെ അമ്മച്ചൻ്റെ കാര്യമൊക്കെ അവിടെ സെറ്റാക്കി കഴിഞ്ഞ് അമ്മ ബാക്കി പണിക്ക് പോയി. അല്ലൂട്ടൻ എന്താ അവിടെ ബാക്കി പഠനം കണ്ടിന്യൂ ചെയ്യുന്നു. തുമ്പം അവിടെ ഏതോ എന്ന് പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ചില സമയത്ത് തോന്നുന്നു ആറാണത്ത് ഭ്രാന്തൻ്റെ വകയിലെ പെങ്ങളാണ് ഇവളെന്ന്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പു തൃശ്ശൂർ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ.